അന്ന് മറിയയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഗർഭത്തിലെ ശിശു ആനന്ദം കൊണ്ട് തുള്ളി. വിവാഹത്തിനു മുൻപ് ഗർഭം ധരിച്ച മറിയയുടെ ആത്മാവ് രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അതുപോലെ നക്ഷത്രം കണ്ടപ്പോൾ വിദ്വാൻമാർ അത്യന്തം സന്തോഷിച്ചു. അതെ, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം തന്നെയാണ് അന്ന് ദൈവദൂതൻ ആട്ടിടയന്മാരോട് സുവിശേഷിച്ചത്. എന്നാൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന ചോദ്യത്തിനു മുൻപിൽ രാജാവും യെരുശലേമൊക്കെയും ഭ്രമിച്ചു. സ്നേഹിത, ദൈവത്തെക്കാൾ അധികം സ്ഥാനമാനങ്ങളെ, സമ്പത്തിനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ദൈവികമായ സന്തോഷവും സമാധാനവും പ്രാപിക്കാനാവില്ല. അതുകൊണ്ടാണല്ലോ ഒരുപാട് വസ്തുവകകൾ ഉണ്ടായിരുന്ന, ബാല്യം മുതൽ സകല കൽപ്പനകളും പാലിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവൻ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്ന് അതിദുഃഖത്തോടെ മടങ്ങിപ്പോകേണ്ടി വന്നതും, ക്രിസ്തു നിമിത്തം സകലതും ചവറ് എന്നെണ്ണി ഉപേക്ഷിച്ച പൗലോസ് കാരാഗൃഹത്തിലിരുന്ന് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് വിളിച്ചു പറഞ്ഞതും.